ഈ കഥയുടെ പേര് മാന്ത്രിക വഞ്ചി. കടലിനടുത്ത് ദാനു പിന്നെ കലാരി എന്ന മീൻ പിടിക്കുന്നവർ ഉണ്ടായിരുന്നു. രണ്ടുപേരും മീൻ പിടിച്ചാണ് അവരുടെ ജീവിതം നോക്കിക്കൊണ്ടിരുന്നത്. ദാനു കലാരി രണ്ടുപേരും അയൽപ്പക്കക്കാരാണ്. അതുമാത്രമല്ലാതെ ദിവസവും മീൻ പിടിക്കാൻ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുക. അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. പക്ഷേ രണ്ടുപേരുടെ സ്വഭാവവും വ്യത്യസ്തമായിരുന്നു. ദാനു വളരെ നല്ലവനും കലാരി വളരെ അത്യാഗ്രഹിയുമായിരുന്നു. അവൻ എപ്പോഴും കടലിൽ വളരെ ദൂരം വരെ പോയിട്ട് വരും. എന്തെന്നാൽ അപ്പോഴേ വളരെ വലിയ മീൻ കിട്ടുള്ളൂ. പക്ഷേ ദാനു കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുമായിരുന്നു. ദാനു കലാരി രണ്ടുപേര് പോലെ ആ നാട്ടിലുള്ള എല്ലാവർക്കും കടലായിരുന്നു ഏകമാർഗം. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഒരു വലിയ ചുഴലിക്കാറ്റ് വന്നു. അപ്പോൾ കടലോരത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേരുടെ ജീവിതത്തെ തിരമാലകൾ അടിച്ചു. ആരൊക്കെ കടലിലായിരുന്നോ അവരെയൊക്കെ വിഴുങ്ങി. ചുഴലിക്കാറ്റ് ശരിയായതിനു ശേഷം ദാനു കലാരി രണ്ടുപേരും അവരവരുടെ തകർന്ന വീടുകളെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവിടേക്കൊരു മുനി വന്നു. അദ്ദേഹം കലാരിയോട് ചോദിച്ചു, ഞാൻ കുംഭയാത്ര ചെയ്യുകയാണ് മകനെ. എന്നാൽ ഈ വേഗതയേറിയ കാറ്റ് കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ല. മകന് വിരോധമില്ലെങ്കിൽ എനിക്ക് മകന്റെ കൂടെ കുറച്ചു ദിവസം താമസിക്കാൻ കഴിയുമോ? അയ്യോ, എന്താണ് സ്വാമി, ഇവിടം കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് താമസിക്കാൻ പോലും വീടിന് മുകളിൽ ഒന്നും തന്നെയില്ല. ഇങ്ങനെയുള്ളപ്പോൾ താങ്കളെ ഞങ്ങൾ എവിടെ താമസിപ്പിക്കും? പോകൂ സ്വാമി, വേറെ എവിടെങ്കിലും നോക്കിക്കോ. പക്ഷേ ദാനുവിന് കലാരി സംസാരിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൻ തന്നെ മുനിയോട് വന്ന്, സ്വാമിജി, താങ്കൾ എന്റെ വീട്ടിലേക്ക് വരൂ. വീട്ടിൽ വലിയ സൗകര്യമൊന്നുമില്ല. എന്നാൽ താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞ് ദാനു ആ മുനിയെ നല്ല മനസ്സോടെ നോക്കി. അപ്പോ ആ മുനി ഒരു ദിവസം പറഞ്ഞു, ദാനു, പണമില്ലാതെ നീ ഒരു ദരിദ്രനായിരിക്കാം. എന്നാൽ ഹൃദയം കൊണ്ട് നീ കോടീശ്വരനാണ്. നിന്റെ ഈ പരിപാലനത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. ഇവിടെ നിന്നും കിഴക്ക് ദിശയിലേക്ക് പോയാൽ സുർവതി നദിയുടെ തീരത്ത് നിനക്കൊരു വഞ്ചി കാണാൻ സാധിക്കും. അത് നിനക്കുള്ള സമ്മാനമാണ്. അങ്ങനെ പറഞ്ഞ് ആ മുനി അദ്ദേഹത്തിന്റെ കടമ നിറവേറ്റി. ദാനുവും കിഴക്ക് ദിശ നോക്കി യാത്ര തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ വഞ്ചി നോക്കി വന്നു. ആ വഞ്ചിക്കടുത്ത് ചെന്നതും അതിൽ ഒരു ശബ്ദം കേട്ടു. മോശപ്പെട്ടതൊന്നും ഞാൻ താങ്കൾക്ക് തരികയില്ല. അതിനുവേണ്ടിയാണ് ഞാൻ താങ്കൾക്കായി ഇവിടെ ഉള്ളത്. ദാനു ആ വഞ്ചിയിൽ കയറിയിരുന്ന് അവൻ യാത്ര തുടങ്ങിയ ഉടനെ കടലിനുള്ളിൽ നിന്ന് പണം പറന്നു പറന്ന് ആ വഞ്ചിയിൽ വന്ന് വീഴാൻ തുടങ്ങി. ദാനു ആ ആശ്ചര്യത്തെ അമ്പരന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. അയ്യോ ദൈവമേ, ഇതൊക്കെ എന്താണ്? ഈ പണം കൊണ്ട് ഈ ഗ്രാമം തന്നെ നന്നാക്കാമല്ലോ. ദാനു ആ മുനിക്ക് മനസ്സിൽ തന്നെ നന്ദി പറഞ്ഞ് കിട്ടിയ പൈസ എടുത്തുകൊണ്ടുപോയി ചുഴലിക്കാറ്റിൽ ബാധിച്ചവരെ സഹായിച്ചു. ദാനു ഓരോ വട്ടവും ആ മാന്ത്രിക വഞ്ചിയിൽ പൈസ എടുക്കുമ്പോൾ കുറച്ചവനെടുത്തുകൊണ്ട് ബാക്കി എല്ലാവർക്കും ദാനം ചെയ്യും. ഇതെല്ലാം കണ്ട് കലാരി ചിന്തിക്കാൻ തുടങ്ങി. അയ്യോ, ഇവന്റെ കയ്യിൽ ഇത്രയും പണം എവിടെ നിന്ന് വന്നു? എല്ലാവർക്കും ഇവൻ ദാനമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുമല്ലാതെ അവൻ മീൻ പിടിക്കാൻ പോലും വരുന്നില്ല. അത് കഴിഞ്ഞ് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കലാരി ദാനുവിനടുത്തേക്ക് പോയി. അതെ ദാനു, താങ്കൾ ചെയ്ത ഈ സഹായം ഞാൻ മറക്കുകയേയില്ല. ഞാൻ മാത്രമല്ല, ഈ ഗ്രാമം തന്നെ മറക്കുകയേയില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബന്ധക്കാർ പോലും ഇങ്ങനെ സഹായം ചെയ്യുകയേയില്ല. താങ്കൾ നന്നായി വരും. താങ്കൾക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. എടോ കലാരി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഒന്നും ചെയ്തില്ലടോ. താൻ എന്തിനാണ് വെറുതെ എന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നത്? ഇനി നിനക്ക് പുകഴ്ത്തണമെങ്കിൽ ആ മാന്ത്രിക വഞ്ചിയെ നീ പുകഴ്ത്തിക്കോ. ഇതിന്റെ സഹായത്തോടെയാണ് ഞാൻ എല്ലാവർക്കും ദാനം ചെയ്യുന്നത്. ദാനു കലാരിയെ സ്വന്തം സുഹൃത്താണെന്ന് കരുതി എല്ലാം അവനോട് പറഞ്ഞു. പക്ഷേ കലാരി വളരെ മോശമായ അത്യാഗ്രഹിയല്ലേ. അവൻ ആ വഞ്ചി മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്തു. ഇവൻ എത്ര വലിയ മണ്ടനാണ്! ഇവന്റെ കയ്യിലൊരു മാന്ത്രിക വഞ്ചി ഉണ്ടായിട്ട് പോലും അവൻ ഇപ്പോഴും താമസിക്കുന്നത് കുടിലിലാണ്. എന്നാൽ അത് നന്നായി. ആ മന്ദബുദ്ധി എനിക്കൊരു സുഖ ജീവിതം തരാൻ പോകുന്നു. എങ്ങനെയെങ്കിലും ആ വഞ്ചി എന്റെ കൈക്കലാക്കിയേ പറ്റൂ. എന്നാൽ അവൻ ജീവനോടെ ഉള്ളതുവരെ അത് നമ്മുടെ കയ്യിൽ കിട്ടില്ല. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ.
അടുത്ത ദിവസം കലാരി ദാനുവിനെ പറ്റിച്ച് അവനെ കടലിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കടലിൽ ഒരുപാട് ദൂരം പോയതിനു ശേഷം കലാരി ഒരു വലയെടുത്ത് ദാനുവിനെ അതിൽ ചുറ്റി കടലിലിട്ടു. അത് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ആ വഞ്ചി എടുത്തു പോയി. പക്ഷെ ആ വഞ്ചിക്കുള്ളിൽ അപ്പോൾ പൈസയ്ക്ക് പകരം വലിയ വലിയ മുതലകൾ വന്നു വീണു. അത് കണ്ട് അവൻ എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുൻപേ ആ മുതലകൾ അവനെ തിന്നു. അത് കഴിഞ്ഞ് അത് അവനെ കൊന്നു. ആ മാന്ത്രിക വഞ്ചി എങ്ങനെയോ ദാനുവിനെ രക്ഷപ്പെടുത്തി അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നല്ലവർക്ക് നല്ലതും പിന്നെ ചീത്തയവർക്ക് ചീത്ത കാര്യങ്ങളെ നടക്കുകയുള്ളൂ.